തേനിയിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് നൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയ കിട്ടിയില്ലെന്ന ഒരു ആംബിയൻസ് ആണ്. കിഡിലൊരു ആംബിയൻസിലാണ് കേട്ടോ നമ്മൾ ഗാർഡൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത്. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂടാര സെറ്റപ്പിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു സാധനം നമ്മൾ ഒരു ഹോട്ടലിൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. അതായത് ഹായ്, നമ്മൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തേനിയിലാണ് കേട്ടോ. തേനിയിൽ നൈറ്റ് ഫുഡ് തേടിയുള്ള യാത്രയിൽ നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് മാരുതി റെസ്റ്റോറൻറ്റിലാണ്, മാരുതി ബേക്കേഴ്സിലാണ്. അതുപോലെ തന്നെ മാരുതി ഗാർഡൻ റെസ്റ്റോറൻറ്റിലേക്ക് കൂടെ നമ്മൾ കയറുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തേനി ടൗണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആക്സസിബിൾ ആണ്. തേനിയിലെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ ഈ തേനിയിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് നൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയ കിഡിലൊരു ആംബിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസും നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് മാരുതി ബേക്കേഴ്സിലാണ് നമ്മൾ കയറുന്നത്. ഈ വഴിയാണ് നമ്മൾ എൻട്രൻസിലേക്ക് പോകുന്നത്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തേനി തന്നെ. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് ബേക്കറി സെറ്റപ്പാണ് കേട്ടോ. ആദ്യമേ ഇവിടെ പല ടൈപ്പ് ഓഫ് ബേക്കറീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുവഴി കയറുമ്പോഴത്തേന് ഒരുപാട് പേര് സ്നാക്സ് കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതായത് നേരെ ടൗണിനോട് നിയറസ്റ്റ് ആയിട്ട് ടൗണിനോട് കയറി വരുന്ന വഴിക്കാണ് ഈ ഒരു മാരുതിയുടെ ബേക്കറി ഉള്ളത് കേട്ടോ. ഇനിയിപ്പം നേരെ ബാക്കിലേക്ക് വരികയാണ്. ഇതെല്ലാം ഒരു പാർട്ടായിട്ടാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരുതി വെജിറ്റേറിയൻ സെക്ഷനിലേക്കാണ് കേട്ടോ. വെജിറ്റേറിയൻ സെക്ഷനിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. വാ, നമ്മൾ മാരുതി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് ഇതുള്ളത്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഭയങ്കര യെല്ലോയിഷ് കളറിലാണ് ഇവിടെ ആംബിയൻസ് മുഴുവൻ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ஃபுட்டொക്കെ எப்படி இருக்கு? ஃபுட் நல்லா இருக்கு. நல்லா இருக்கு. அடிக்கடி இங்க வருமா? அடிக்கடி. எப்படி இங்க ஃபுட்டொക്കെ எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கும். சர்வீஸ் ഒക്കെ எப்படி இருக்கு? சர்வீஸ் ஓகே. കണ്ടില്ലേ, മാരുതി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടല്ലോ. ഇനിയാണ് കാഴ്ചകൾ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ക്ലൈമാക്സ് വരെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. അതായത് ഇവരുടെ തന്നെ മാരുതി ഗാർഡൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയും. ഗാർഡൻ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഗാർഡൻ ആണ്. ചില സമയത്തൊക്കെ നമുക്ക് ദൈവം വരെ ചില കാര്യങ്ങൾ അനുഗ്രഹിച്ചു തരും എന്ന് പറയുന്നത് കേട്ടില്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേന് ഇത് കണ്ടില്ലേ, നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിവിടെ ദ ഐ ലവ് യു തേനിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്താണ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതായത് ഫുള്ളി ഗാർഡൻ സെറ്റപ്പിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഐ തിങ്ക് എനിക്ക് മനസ്സിലാവുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഗാർഡനാണ് എന്നും നമ്മുടെ മനസ്സിന് ഇപ്പോൾ പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഗാർഡൻ റെസ്റ്റോറൻറ്റിലെ നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് നോക്കണ്ടേ. നല്ല കിഡിലൊരു ആംബിയൻസിലാണ് കേട്ടോ നമ്മൾ ഗാർഡൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത്. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂടാര സെറ്റപ്പിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് റൗണ്ടായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഏറ്റവും നടുക്കാണ്. നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കണ്ടുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതാ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേന് ഇതുണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് തേനി വഴിക്കാണ് യാത്ര ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ.
കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു റിലാക്സ് ആയിരിക്കും. എപ്പിടി ഇருக்கு ഫുഡൊക്കെ എപ്പിടി இருக்கு? டேஸ்டா அடிக்கடி இங்க வருமா? நல்லா இருக்கு நல்லாவே பண்ணலாம். எப்படி இருக்கு இங்க ஃபுட்டொക്കെ எப்படி இருக்கு? இல்ல நல்லா இருக்கு. நல்லா இருக்கு. அடிக்கடி இங்க வருமா? வருவோம் அடிக்கடி. என்ன சாப்பிட்டீங்க? வெஜ் ஃப்ரைட் ரைஸ். வெஜ் ஃப்ரைட் ரைஸ் எப்படி இருக்கு? சூப்பரா இருந்துச்சு. சூப்பரா இருந்துச்சு. இந்த ஆம்பியன்ஸ் ഒക്കെ எப்படி இருக்கு? நல்லா இருக்கு. நல்லா. பெரும்பாலும் இங்க தான் வரும். அடிக்கடி இங்க வரும். அடிக்கடி வரும். ஓகே ஓகே. எப்படி இருக்கு ஃபுட்டொക്കെ எப்படி இருக்கு? நல்லா இருந்துச்சு. நல்லா இருந்துச்சு. அடிக்கடி இங்க வருமா? ஆமா. ஓகே. സോ മാരുതി ഗാർഡൻ റെസ്റ്റോറൻറ്റ്സിലെ നമുക്കുള്ള ഇന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിതെല്ലാം കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ചോദിക്കാൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ വണക്കം. വണക്കം. ഉങ്ങളുടെ പേര്? പാണ്ഡ്യൻ. പാണ്ഡ്യൻ. ഓക്കെ നൈസ്. എനിക്കിട്ട് ഇതെല്ലാം ഒന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? ഹെർബൽ ഗ്രിൽഡ് ചിക്കൻ. ഹെർബൽ ഗ്രിൽഡ് ചിക്കൻ ആണ് കേട്ടോ ഇത്. കണ്ടോളൂ, സാലഡ് അടക്കമുള്ള ഹെർബൽ. ഇത് അതിന്റെ സാലഡ് കേട്ടോ, വിത്ത് സാലഡ് ആണ്. ഹെർബൽ ഗ്രിൽഡ് ചിക്കൻ. ഗ്രിൽഡ് ചിക്കൻ. ഓക്കെ. ചിക്കൻ കൊത്തു പൊറോട്ട. ഇത് ചിക്കൻ കൊത്തു പൊറോട്ട. ഇതാണ് കേട്ടോ ചിക്കൻ കൊത്തു പൊറോട്ട. ഇത് വന്ന് മസാല செட்டிநாடு மசாலா, எக்கு, சிக்கன், பரோட்டா எல்லாமே கல்ல ஃப்ரை பண்ணி வரும். ഓക്കെ ഓക്കെ. നമ്മൾ ഇതുവരെ ഈ ഒരു സാധനം നമ്മൾ ഒരു ഹോട്ടലിൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. അതായത് ഈ മസാല ചേർത്തിട്ടുള്ള കൊത്തു പൊറോട്ടയില്ലേ, അത് നമ്മൾ എവിടെയും ഇതുവരെ ട്രൈ பண்ணிട്ടില്ല. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ടൈമിലാണ് മാരുതി ഗാർഡൻസിൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ട്രൈ பண்ணാൻ വേണ്ടി പോകുന്നത്. ചേട്ടാ നെക്സ്റ്റ് இட்லி பொடி ஊத்தாப்பம். ഇഡ്ലിപ്പൊടി ஊத்தாப்பம். ഇഡ്ലിപ്പൊടി ഊത്തപ്പം മീൻസ് ഇഡ്ലിയുടെ ஊத்தாப்பம் மேல இட்லி பொடி தூவி கீ கீ போட்டு சாம்பார், ഓക്കെ, திரி சட்னி, സാമ്പാർ, തിരി ചട്നി. അതാണ് രസം കേട്ടോ. ഞാൻ പറയാം, ഇവിടെ ഈ ചട്നീസ് ഒക്കെ നോക്കില്ലേ, ഇതുണ്ടോ ഇത്രയും വലിയൊരു ചിക്കൻ ഗ്രേവി, കൊത്തു പൊറോട്ട, കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ ഗ്രേവി, സാലഡ്, സാമ്പാർ, പൊടി ഊത്താപ്പത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ. ഇതിന്റെ ഈ കറി വെച്ചേക്കുന്ന ഈ തൊട്ടി തന്നെ കാണാൻ ഭയങ്കര രസകരമാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള സാധനം. ഇങ്ങനത്തെ കിട്ടുവാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു കേട്ടോ. അടിപൊളി. ഇനി നെക്സ്റ്റ് ചേട്ടാ ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ് കേട്ടോ. അതായത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അതായത് വളരെ നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് നമുക്കുള്ളത്. ഇനി അടുത്ത എന്താണ് ചേട്ടാ? ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ചിക്കൻ, ഒരു വെറൈറ്റി സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ചിക്കൻ. ഓക്കെ, ചൈനീസ്. ഓക്കെ, ദെൻ നമുക്ക് ലൈം ഉണ്ട്. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ആദ്യം തന്നെ എടുത്തത്, കാരണം എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ചിക്കൻ, നമുക്ക് ഹെർബൽ ഗ്രിൽഡ് ചിക്കൻ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് എടുത്തിട്ട് ഇത് നല്ലവണ്ണം ഗ്രിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്കൊന്ന് എടുത്ത് മൈനസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ, അടിപൊളിയാണ്. ഇനി നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഇവിടുത്തെ കൊത്തു പൊറോട്ട കേട്ടോ. കാരണം നമ്മൾ മസാലകളൊന്നും അധികം ചേർത്തിട്ടില്ല. ഇത് കൊത്തി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ரொம்ப பிரபாதமாக இருக்குது. இது செம்ம ടേസ്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത സാധനമാണ്. ബട്ട് നമ്മൾ വീണ്ടും കഴിക്കുമ്പോഴത്തേന് ഒന്ന് നല്ല വിശപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കുമ്പോഴത്തേന് ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. നല്ല രീതിയിൽ കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ മസാലയാണ് ഇച്ചിരി എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ആ ഒരു മസാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇച്ചിരി കുത്തലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. സോ അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇതൊക്കെ അങ്ങ് തീർക്കട്ടെ. മാരുതി ഗാർഡൻ റെസ്റ്റോറൻറ്റ്സിലെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ
സൂപ്പറായിരുന്നു കേട്ടോ. അതാ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട്. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. കാരണം ഇവിടുത്തെ മാനേജറാണ്, സാം ബ്രോ ആണ്. അതുപോലെ തന്നെ ബ്രോ ഉങ്ങളുടെ പേര് സുരേഷ് ബ്രോ ആണ് നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ശരിക്കും ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതോടൊപ്പം ഇവിടുത്തെ ഫുഡ് ബ്രോ സൂപ്പറായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ കുത്തു പൊറോട്ട ഏരിയില്ല, കുത്തു പൊറോട്ട സൂപ്പറാണ് കേട്ടോ. സോ അതിലുപരി ഇന്ത ആംബിയൻസ് സൂപ്പർ. ഇതാ യാരൊക്കെ ഐഡിയ ഓണർ ഐഡിയ എല്ലാം അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും. ബ്രോ இங்கே கண்டுகொண்டிருக்கிற நம்ம வியூவர்ஸ் கிட்ட என்ன சொல்லலாம் இருக்கு? தேனிக்கு வந்தீங்கன்னா இங்கே வாங்க மாருதி ரெஸ்டாரண்ட்டுக்கு நல்லா சாப்பிட்டு போங்க, என்ஜாய் பண்ணிட்டு അതെ അല്ലേ, എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതായത് 5 ബ്രാഞ്ചസുകളും ഉണ്ട് നമ്മുടെ തേനിയിൽ തന്നെ. അതോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് അല്ലേ നല്ല റിലാക്സ് ആവും. നല്ല പീസ്ഫുൾ അന്തരീക്ഷമാണ്, നല്ല പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡും കഴിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് യാത്രയാവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ ബൈ പറയും. ബൈ ബൈ.